ഈശ്വര കൈകൂപ്പി നിൽപ്പൂ ഞാൻ നിന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണി പൂവിലും കാരണമായുള്ള തമ്പുരാനേ. ഈശ്വര കൈകൂപ്പി നിൽപ്പൂ ഞാൻ നിൻ മുൻപിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണി പൂവിലും കാരണമായുള്ള തമ്പുരാനേ. അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉണ്മയിൽ സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തൻ്റെ കൂടെ പിറപ്പുകളായി നനച്ചും മാതൃഭൂമിക്കായി ജീവൻ വെടിഞ്ഞോരെ മാതൃകയായിട്ടു സ്വീകരിച്ചും ഈശ്വര കൈകൂപ്പി നിൽപ്പൂ ഞാൻ നിൻ മുൻപിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണി പൂവിലും കാരണമായുള്ള തമ്പുരാനേ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ഓൾ. ഹാവ് എ വണ്ടർഫുൾ ഡേ. Good morning. Thought of today. ഞാൻ പറയട്ടെ. മുന്തിരികൾ ഞെക്കി പിഴിയാതെ വൈൻ ഉണ്ടാക്കാൻ സാധ്യമല്ല. പൂക്കളെ ഞെരുക്കാതെ പെർഫ്യൂം ഉണ്ടാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ജീവിതത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാവുമ്പോൾ ഭയപ്പെടാതിരിക്കുക. കാരണം അത് നിങ്ങളിലെ ഏറ്റവും നല്ലതിനെ പുറത്തു കൊണ്ടുവരും. APJ അബ്ദുൽ കലാം. Okay. Signing. ഓക്കെ മാം, ഞാനൊരു പാട്ട് പാടാം. ഓക്കെ മാം, ദാ പാടും. சீதையின் காதல் அன்று விழி வழி நுழைந்தது, கோதையின் காதல் செவி வழி புகுந்தது, என்னவோ என் நெஞ்சிலே இசை வந்து துளைத்தது, இசை வந்த பாதை வழி தமிழ் மெல்ல நுழைந்தது, இசை வந்த திசை பார்த்து மனம் குழைந்தேன், தமிழ் வந்த திசை பார்த்து உயிர் கசிந்தேன், அஞ்சலி அஞ்சலி இவள் கணக்காதனி, அன்பே உன் அன்புக்கு புஷ்பாஞ்சலி, நண்பா உன் கனவுக்கு கடனாஞ்சலி, கண்ணா உன் இசை வாழ கீதாஞ்சலி, கவியும் தமிழ் வாழ கவிதாஞ்சலி, அஞ்சலி அஞ்சலி புஷ்பாஞ்சலி, அஞ்சலி அஞ்சலி புஷ்பாஞ்சலி, பூவே உன் பாதத்தில் புஷ்பாஞ்சலி, பொன்னே உன் பெயருக்கு பொன்னாஞ்சலி, கண்ணே உன் குரலுக்கு கீதாஞ்சலி, கண் காண அழகுக்கு கவிதாஞ்சலி. தேங்க்யூ மேம். Okay, Thank you, ma'am. Welcome to ma'am. Thank you so much. Okay. ഇത് നമ്മുടെ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. ആരാണ്? സ്നേഹ അല്ലേ? Happy birthday to you. Thank you. സ്നേഹ. Thank you, ma'am. Happy birthday, Sneha. Thank you. ഹാപ്പി ബർത്ത്ഡേ സ്നേഹ. Thank you. ഹാപ്പി ബർത്ത്ഡേ സ്നേഹ. Thank you, da. എന്താണ് സ്നേഹ ഇന്ന് സ്പെഷ്യല്? സ്പെഷ്യൽ ഒന്നുമില്ല മിസ്സേ, പായസം വെക്കണം. അതല്ലേ സ്പെഷ്യല്? സ്പെഷ്യൽ ഒന്നുമില്ല ടീച്ചറെ, പായസം വെക്കണം. കേക്ക് കട്ട് ചെയ്യണില്ലേ?
കേക്കൊക്കെ അറിയില്ല. ഇച്ചിരി കൂടുതലാണ് അല്ലേ? അതെ അതെ കേക്കൊക്കെ അതെ. ഒന്നുമില്ല. ആരെങ്കിലും ചിലപ്പോ കട്ട് കൊല്ലത്തിൽ ആകെ ഒരു ബർത്ത്ഡേ ഉള്ളൂ, കേക്ക് മുറിച്ച് ആഘോഷിക്ക് സ്നേഹ. അതെ അതെ കൊണ്ടുവരുമോ നോക്കട്ടെ. സ്നേഹം മാരീഡാണോ? ആ അതെ അതെ, ഒരു കുട്ടിയുണ്ട്, 2.5 വയസ്സുണ്ട്. ഓക്കെ. മെനി മോർ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. ഗുഡ് മോർണിംഗ് മാം. വീഡിയോസ് കാണാം. കാണാം. നമ്മള് പാർട്ട് 4 സ്കൂൾ മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ഭാഗങ്ങൾ എടുത്തു അല്ലെ? ഇവിടെ വരെ എടുത്തു. അടുത്തത് canvassing and propagandas. Most of the nursery school with poor strength feel that they should make propagandas on canvas to get students. They do the advertisement work and employ the teaching staff to issue brochures and to go for door canvas to collect vehicle. The strength of any school is not rising in multiples, it rises only in addition. So it's saying door canvassing is not giving strength, but sometimes it gives determination effect also. Sometimes the prestige of the teacher cannot escape or avoid these campaigns with strictly plan that will not only make the management mistake, but also help co-teachers to think her a clever person. In spite of avoiding she can keep herself one among the others. എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ? എല്ലാം മനസ്സിലായ? ഒന്നും മനസ്സിലായില്ല എന്ന് മനസ്സിലായി. ഓക്കെ. ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് ചുരുക്കി പറയാം കേട്ടോ. എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മള് ക്യാൻവാസിങ് ആൻഡ് പ്രൊപ്പഗൻഡാസ്. നമ്മൾ ക്യാൻവാസ് ചെയ്താൽ മാത്രമേ ചില സ്കൂളുകളിലെ കുട്ടികള് എന്താണ് നമുക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ? ക്യാൻവാസിങ് ഏറ്റവും ഇമ്പോർട്ടന്റ് തന്നെയാണ്, അല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. എന്താ ക്യാൻവാസിങ് ഉദ്ദേശിക്കുന്നത്? പരസ്യം ചെയ്യുക, പ്രൊപ്പഗൻഡ മീൻസ് പ്രചരിപ്പിക്കുക. നമ്മൾ ആ സ്കൂളുമായി ബന്ധപ്പെട്ട് സ്കൂളിന്റെ അക്കാദമിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ എവിടെയാണ് പോകുന്നത് ക്യാൻവാസിങ്ങിന്? കുട്ടികളുള്ള വീട്ടില്, പരിസര പ്രദേശങ്ങളിൽ, സ്കൂളിൽ തൊട്ടടുത്തുള്ള പരിസര പ്രദേശങ്ങളിൽ അധ്യാപകർ പോകുന്ന സമയത്ത് അവരുടെ കയ്യില് ബ്രോഷേഴ്സ് ഉണ്ട്. ബ്രോഷേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ നോട്ടീസ് അല്ലെങ്കിൽ സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടങ്ങുന്ന അല്ലെങ്കിൽ ന്യൂ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു ബ്രോഷർ ഉണ്ടാവും കയ്യിൽ. സ്കൂളിന്റെ പിക്ചർ ഉണ്ടാവും, അതിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്, സ്കൂളിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്, എന്തൊക്കെ സ്പെഷ്യൽ ക്ലാസ് റൂംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ അക്കാദമിക് ആയിട്ടുള്ള ഇംപ്രൂവ് ചെയ്യുന്നുള്ള മറ്റെന്തൊക്കെ കാര്യങ്ങൾ അതിലുണ്ട്, എല്ലാ കാര്യങ്ങളും സ്കൂളിന്റെ ടോട്ടൽ കാര്യങ്ങൾ അടങ്ങിയ ഒരു ബ്രോഷർ അവരുടെ കയ്യിലുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യും? ചെല്ലുന്ന വീടുകളിൽ നമ്മൾ ഡോർ ടു ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോർ ടു ഡോർ ക്യാൻവാസ് എന്ന് പറഞ്ഞാല് എന്താ? വീടുകളിൽ പോയിട്ട് പാരന്റ്സിനെ കാണാന്നുള്ളതാണ് കേട്ടോ ഡോർ ക്യാൻവാസ് എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്. നോക്കാം. എടാ എത്രാമത്തെ പേജാടാ? 159. 159. ഇതാ സൈൻ ഔട്ടിന് ആരെങ്കിലും റെഡി ആയിക്കോട്ടെ. ഞാൻ ആരുമില്ല പറഞ്ഞപ്പോ സൈൻ ഇൻ പറഞ്ഞു. കേൾക്കാമോ? എന്തോ പറഞ്ഞോ? യെസ് മാം പറഞ്ഞതാ മാം. യെസ് മാം പറഞ്ഞു. ശരി, ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നോക്കാം. They do the advertisement work and employ the teaching staff to issue the brochures and to go for door canvas to collect vehicle. അതായത് ഇവിടെ വൈകർ എന്ന് ഉദ്ദേശിക്കുന്നത് മനോവീര്യം എന്നുള്ളത്, വീര്യത്തോട്. നമ്മളെല്ലാ അധ്യാപകരും നമ്മുടെ സ്കൂളിന് വേണ്ടി എന്താണ്
കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ നല്ല വീര്യത്തോടു കൂടി തന്നെയായിരിക്കും പ്രവർത്തിക്കുന്നത് അല്ലെ. അപ്പൊ അധ്യാപകൻ പറയുന്നതിനനുസരിച്ച് നമ്മൾ എന്താണ് അഡ്വർടൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ക്യാൻവാസ് ചെയ്യാനായിട്ട് ഓരോ വീടുകളിൽ നമ്മൾ പോകും. ഓക്കെ, കാണുന്നില്ലാതെ പ്രശ്നമാക്കണ്ട, ഒരു കണക്ഷൻ പോയി കിടക്കണം കേട്ടോ. യെസ്. Then the strength of any school is not rising in multiples, it rises only addition. ആ വാക്കൊന്ന് ശ്രദ്ധിച്ചേ. The strength of any school is not rising in multiples, it is rises only in addition. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം സ്കൂളിന്റെ എണ്ണം കൂട്ടാനാണോ നമ്മൾ നോക്കുന്നത്, കുട്ടികളുടെ എണ്ണം കൂട്ടാനാണോ നോക്കുന്നത്? കുട്ടികളുടെ എണ്ണമാണ് അല്ലെ അവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് അതിന്റെ മീനിങ് കേട്ടോ. അതായത് സ്കൂളല്ല നമുക്ക് കൂടുതൽ വേണ്ടത്, സ്കൂളിലെ കുട്ടികളാണ് അല്ലെ. കുട്ടികളുടെ എണ്ണം കൂട്ടാനാണ്. ഡിവിഷൻ 4 വന്നു കഴിഞ്ഞാൽ നമ്മളൊരു അധ്യാപകനെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റേണ്ട സിറ്റുവേഷൻസ് വരും. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ക്യാൻവാസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തിനാണ്? കുട്ടികളുടെ എണ്ണം കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, അഡ്മിഷൻ കൂട്ടാനുള്ള ഒരു സ്ട്രെങ്ത് കൂട്ടാനുള്ള ഒരു പർപ്പസ് കൂടിയിട്ടാണ് നമ്മൾ ക്യാൻവാസിങ്ങിനും അല്ലെങ്കിൽ പ്രചരണത്തിനും വേണ്ടിയിട്ട് വീടുകളിൽ കയറി ഇറങ്ങുന്നത്. ഓക്കെ, so it says door canvassing is not giving strength but sometimes it gives determining effect also. പക്ഷെ നമുക്ക് ഈ ഡോർ ക്യാൻവാസിംഗ് എന്ന് പറയുന്നത് എല്ലാ സമയത്തും പക്ഷെ അത് ഫലിക്കണമെന്നില്ല. അതായത് ഇപ്പൊ നമ്മള് സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ പോയി പറഞ്ഞാലും എല്ലാ പാരന്റ്സും ചിലപ്പോ സ്കൂളിൽ കൊണ്ടും ചേർക്കണമെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഇല്ല, പറ്റില്ല. ഇല്ല. അപ്പൊ അതായത് ചിലപ്പോ ഇപ്പൊ നമ്മളിപ്പോ ചില അധ്യാപകർ ഇപ്പൊ നമ്മൾ അതായത് പറയുന്നതല്ല, ചില സിറ്റുവേഷൻസിൽ അധ്യാപകർ സംസാരിക്കുന്ന സംസാരത്തിലോ ബിഹേവിയർ എന്തെങ്കിലും ഒരു മോശമായിട്ടൊരു ആറ്റിറ്റ്യൂഡ് തോന്നിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളിൽ വിശ്വസനീയത തോന്നാതിരിക്കുന്ന സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യും? പാരന്റ്സ് ആഗ്രഹിക്കില്ല അല്ലെ അങ്ങനത്തെ സിറ്റുവേഷൻസ് വരാൻ. അതിപ്പോ ഈ നമ്മളെ വീട്ടിൽ പോയി ക്യാൻവാസ് ചെയ്യേണ്ട ചില ബുദ്ധിമുട്ടുകളാണ്, ചില ആഫ്റ്റർ എഫക്ട്സ് ആണ്. അത് നമ്മള് ഇപ്പൊ എന്ത് കാര്യമാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ അത് അവതരിപ്പിക്കാൻ പറ്റും അല്ലെ. എന്ത് കാര്യമാണെങ്കിലും ഇപ്പൊ പാരന്റ്സ് പേര് ചെന്ന് പറയുന്ന സമയത്ത് നമ്മളൊരു ടീച്ചറാണ്, ആ ഒരു ടീച്ചറിന്റെ ആ ഒരു ബിഹേവിയറോട് കൂടി തന്നെ നമ്മൾ അവിടെ സംസാരിക്കണം. അതൊക്കെ അവരെ അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. അല്ലാത്ത പക്ഷം എന്താണ്, നമ്മൾ വെറുതെ പോയിട്ട് ഇവിടെ ഒരു അടുത്ത സ്കൂളുണ്ട്, നിങ്ങളൊന്ന് കുട്ടിയെ ചേർക്കണം പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവര് ചേർക്കോ? ടീച്ചർ വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ടു ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ലാന്ന് പറഞ്ഞ് വേണ്ട അവിടെ ചേർക്കണ്ടെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് പാരന്റ്സ് എടുക്കും. പക്ഷെ നമ്മളെ സ്കൂളിനെ പറ്റി, സ്കൂൾ ടീച്ചേഴ്സിനെ പറ്റി അല്ലെങ്കിൽ അവിടുത്തെ അക്കാദമിക് ആയിട്ടുള്ള പുരോഗതിയെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ എക്സ്പ്രസീവ് ആകുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവർക്ക് അട്രാക്റ്റീവ് ആവുള്ളൂ അല്ലെ. ആ ഒരു കാരണത്തെ ചിലപ്പോ ആ ജസ്റ്റ് ടീച്ചറിന്റെ ആ ഒരു സംസാരം മൂലം ഒരിക്കലും അവർ വേറെ സ്കൂളിലായിരിക്കും ചേർക്കാൻ പോയത്, പക്ഷെ ഈ സ്കൂളിൽ കൊണ്ട് ചേർക്കുകയാണ്. അങ്ങനത്തെ സിറ്റുവേഷൻ വരുന്നത് മറിച്ചും സംഭവിക്കും. നമ്മളിപ്പോ ടീച്ചേഴ്സ് ക്യാൻവാസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അപാകത ഫീൽ ചെയ്താലും എന്താണ്, ചിലപ്പോ അവരെ ആ സ്കൂളിൽ നിന്ന് മാറ്റാനുള്ള സാധ്യതകൾ, ചേർക്കാതിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനൊരു ഡിറ്റർമിനൽ എഫക്ട് കൂടി ഉണ്ടെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതൊരു ഈ ഒരു രീതിയിലും ചിലപ്പോൾ അത് അഫക്ട് ചെയ്യാം ഡോക്ടർ ക്യാൻവാസിംഗില്. ഓക്കെ, then sometimes the prestige of the teacher cannot escape or avoid these campaigns with a tricky plan. ഇനി നമുക്കറിയാം, നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഡോർ ക്യാൻവാസിംഗ് എന്ന് പറയുന്നത് വളരെ ബോറായിട്ടുള്ള ഒരു പരിപാടിയാണ് അല്ലെ. നമുക്കൊരു ബുദ്ധിമുട്ടാണ് മറ്റുള്ളവരുടെ വീട്ടിൽ പോയി നിന്നിട്ട് അവരോട് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത വീടുകളിൽ പോകുക എന്നുള്ളൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. ആരെ സംബന്ധിച്ചിടത്തോളം നമുക്കത് ബുദ്ധിമുട്ടാണ്. ഓക്കെ, എന്നാൽ ചില വീടുകളിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് മോശമായിട്ടുള്ള ബിഹേവിയർ കിട്ടിയെന്ന് വരാം, അല്ലെങ്കിൽ അവിടെ ഓക്കെ നമുക്കറിയാലോ, ചിലപ്പോ നമ്മൾ ഏതെങ്കിലും ഒരു കൺഫ്യൂഷൻ സിറ്റുവേഷൻസിലാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ഏരിയാസ് ഉണ്ട്, ചില വീടുകൾ ഇരിക്കുന്ന ഏരിയാസ് വളരെ മോശമായ പ്രദേശങ്ങളാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ പേടിച്ചിട്ട് കുറെ അധ്യാപകന്മാർ പോകാതിരിക്കും അല്ലെ. പ്ലാൻ ചെയ്തിട്ട് ട്രിക്കി പ്ലാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് താല്പര്യമില്ല സാറ്, ഞാൻ പോവാണ്ടില്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ ചിലപ്പോൾ അഭിപ്രായം പറഞ്ഞതിരിക്കും, പോകാതെയും ഇരിക്കും. ഓക്കെ, അങ്ങനെ പോവാണ്ടിരിക്കുന്ന ക്യാമ്പയിൻസിന് പോവാതിരിക്കുന്ന ആൾക്കാരുണ്ട്, അതായത് ടീച്ചേഴ്സ് ഉണ്ട്. പക്ഷെ എന്താണ്, that will not only make the management mistake her but also her co-teachers to think her a clever person. ഇവിടെ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നല്ല, ആ ടീച്ചർ ക്യാൻവാസിങ്ങിന് പോയില്ല എന്ന് കരുതി അവരവിടെ ഒരു മോശക്കാരിയായിട്ടോ അല്ലെങ്കിൽ നല്ലവളായിട്ടോ ആരും കാണുന്നില്ല. അവിടെ ഒരു പ്രശ്നമില്ല, ആ ടീച്ചർ പോയില്ലെന്ന് വിചാരിച്ച് നമുക്ക് ടീച്ചറുടെ ജോലി ഒന്നും ആരും കളയാൻ പോയിട്ടില്ല. ക്യാൻവാസിങ്ങിന് പോയില്ല എന്ന് പറഞ്ഞ്
ടീച്ചിങ് ജോലി ഒന്നും തന്നെ അവിടെ പോകുന്നില്ല. മാനേജ്മെന്റ് അതിന് വേറെ ആക്ഷൻസ് ഒന്നും എടുക്കില്ല. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോകാം, അല്ലാത്ത പക്ഷം വില്ലിംഗ് ആയിട്ട് ടീച്ചേഴ്സ് അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ. പക്ഷെ നമ്മളോട് നേരിട്ടൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ മാക്സിമം ഒഴിവുകളിൽ പറയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒന്നോ രണ്ടോ വീടുകളെങ്കിലും, കുറച്ച് വീടുകളെങ്കിലും പോയിട്ട് നമ്മളൊന്ന് ക്യാൻവാസിങ് ചെയ്യാം. ഒട്ടും പറ്റില്ല എന്നൊന്നും പറയരുത്, നിങ്ങളുടെ അറിവുണ്ടാകാൻ പറയുന്നത്. ഒട്ടും പറ്റില്ല എന്ന് പറയരുത്, എങ്കിലും പറ്റുന്ന രീതിയിൽ ചെയ്യാമെന്ന് പറയാം. ഓക്കെ. അപ്പൊ അങ്ങനെ പല ടീച്ചർമാർ ഇതിൽ നിന്ന് ഒഴിവാക്കാറുണ്ട് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. എന്ന് കരുതി മാനേജ്മെന്റ് ആ ടീച്ചറിനെ പുറത്താക്കുക അല്ലെങ്കിൽ മറ്റ് അധ്യാപകർ അവരെ മറ്റൊരു രീതിയിൽ കാണുക ഒന്നും ചെയ്യുന്നില്ല. Okay. In spite of awarding, she can keep herself on among others. അത് നമ്മളുടെ ഇഷ്ടമാണ് അല്ലെ, നമുക്ക് പോകണ്ട എന്നുള്ളതാണെങ്കിൽ ഒരു അധ്യാപകരുടെ ഇഷ്ടമാണ്. നമുക്ക് ക്യാൻവാസിൽ ചിലപ്പോൾ ചിലർക്ക് അത്ര വാക്ചാതുര്യം ഉണ്ടാവില്ല സംസാരിക്കാനൊക്കെ, അങ്ങനെയുള്ളവരുണ്ടാവും, പോകാൻ മടിയുണ്ടാവും, അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ ഉണ്ടാകാം, ഫാമിലി ഇഷ്യൂസ്. അല്ലെങ്കിൽ നമുക്കറിയാം ക്യാൻവാസിങ് നടക്കുന്ന സമയം എന്ന് പറയുന്നത് എപ്പോഴാണ്, ഏത് ടൈമാണ്? മെയ്യോ? വെക്കേഷൻ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന വെക്കേഷൻ അവസാനം മുതൽ വരും. പക്ഷെ മോസ്റ്റ്ഫുൾ ടൈം എന്ന് പറയുന്നത് ആ ഒരു മെയ് അല്ലെ. മെയ് മാസം ഒരിക്കലും കംപ്ലീറ്റ്, മെയ് ഏപ്രിൽ മാർച്ചിൽ വരും. മാർച്ച് ലാസ്റ്റ് മുതൽ അതിന്റെ ടീച്ചേഴ്സ് പോയി. ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, മാർച്ച് ലാസ്റ്റ് മുതൽ ടീച്ചേഴ്സ് പോയി തുടങ്ങും. അതായത് കുട്ടികൾ കുറവാണെന്ന്. ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഗുഡ് മോർണിംഗ്. ടീച്ചർ ക്ലാസ്സിൽ പക്ഷേങ്കിലേ മാം, ടീച്ചർ ഈ ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചർ പോലും പോവണമെന്ന് നിർബന്ധമുള്ള ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. ഈ കഴിയുന്നില്ലെങ്കിലും 2 ദിവസമെങ്കിലും. കാരണം ഇപ്പൊ എന്റെ ഇത്താത്ത പ്രഗ്നന്റ് ആണ്. ഇത്താത്ത ഗവൺമെന്റ് സ്കൂൾ ടീച്ചറാണ്. പക്ഷേങ്കിൽ ബാക്കിയുള്ള ടീച്ചേഴ്സിനെ പോലെ തന്നെ അങ്ങനെ കൺസിഡറേഷൻ അധികം കൊടുക്കാറില്ല. അവർക്ക് നിർബന്ധം പോലെയാണ്. മുമ്പ് വർക്ക് ചെയ്തെടുത്തും ഇപ്പോഴും അവിടെ മന്ത്ലി 2 ദിവസമെങ്കിലും ഇവർക്ക് പോവണം ക്യാൻവാസിങ്ങിന് വേണ്ടിയിട്ട്. അതെ, ചിലയിടത്ത് നിർബന്ധം ഉണ്ടാവും, പക്ഷെ നിർബന്ധിക്കാത്ത സ്കൂളുകളും ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് വെക്കേഷൻ ടൈമിലുണ്ടായിരുന്ന എന്താ പറഞ്ഞ ക്യാൻവാസിങ്ങിനെ പറ്റിയാണോ പറയുന്നത്? അതെ, സ്കൂൾ ക്യാൻവാസിങ്ങിനെ പറ്റി പറഞ്ഞത് കേട്ടോ. ഇനി ഇതിന്റെ സ്കൂൾ ക്യാൻവാസിങ്ങിൽ ടീച്ചർ പോയില്ല എങ്കിൽ കൂടി എന്താണ്, അവരെ നമ്മൾ അവിടെ മാനേജ്മെന്റോ മറ്റു ടീച്ചേഴ്സ് ആരും മാറ്റി നിർത്തുന്നില്ല. അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ ഡ്യൂട്ടീസ് തരുന്ന സമയത്ത് ഏത് ഡ്യൂട്ടി ആണെങ്കിലും നമ്മളത് ചെയ്യാനായിട്ട് വില്ലിങ് ആയിരിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ്സിനെ ബാധിക്കുന്ന കാര്യമാണ്. നമ്മൾക്കാണ് ആ ഒരു ക്ലാസ് കിട്ടുന്നത്, നമ്മുടെ ക്ലാസ്സിലേക്കാണ് കുട്ടി വരുന്നതെന്നാണെങ്കിൽ നമ്മൾ എന്തായാലും അത് അറിഞ്ഞിട്ടില്ലേണ്ടതാണ്. ഓക്കെ. യെസ്, ഒക്കെ നിങ്ങൾക്ക് ജസ്റ്റ് കേട്ടിരിക്കാവുന്ന കാര്യങ്ങളുള്ള കേട്ടോ. ഇനി വരുന്നത് ടൈപ്സ് ഓഫ് ക്യാൻവാസിംഗ് ആണ്. ടൈപ്സ് ഓഫ് ക്യാൻവാസിംഗ് ഈ PDF നിങ്ങൾക്ക് കാണാമോ? കാണാം. Okay. Types of canvassing. The first type of canvassing is called door-to-door canvassing. നമ്മളിപ്പോ പറഞ്ഞത് മനസ്സിലായില്ലേ? door-to-door canvassing എന്താണ്? നമ്മുടെ വീടുകളിൽ പോയിട്ട് കുട്ടികളുടെ പാരന്റ്സിനെ കണ്ടിട്ട് നമ്മൾ അവിടുന്ന് അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രചരണമാണ് എന്ത് door-to-door canvassing എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പൊ ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ് ഇങ്ങനെ ചിലപ്പോൾ ബാഗും കൂടെയൊക്കെ ആയിട്ട്, ഇപ്പൊ ഒരാൾ കമന്റ് ചെയ്യുന്നുണ്ട്, ബാഗും കൂടെ പുസ്തകങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവരും അല്ലെ. ചിലരങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ എന്താണ്, ചില സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറെ പേര് ആ സ്കൂളിലേക്ക് ചേരും. ഓക്കെ. പിന്നെ എന്തെങ്കിലും ഓഫറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിലൊക്കെ ചിലരെ ഏറ്റെടുത്തായിട്ട് ചെയ്യും. ചില ടീച്ചേഴ്സ് ഏറ്റെടുത്ത് കുട്ടികളെ കൊണ്ടുപോകാറുണ്ട്. അതായത് അത്യാവശ്യം ഫിനാൻഷ്യലി സത്യമുള്ള ടീച്ചേഴ്സ് ആണെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ, ഇല്ലാന്നേ പറയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കുട്ടികളെ ഏറ്റെടുക്കും. അതായത് അവരുടെ അച്ഛനമ്മയ്ക്ക് വയ്യാതെയോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഏറ്റവും തകർന്ന നിലയിൽ നിൽക്കുന്ന കുട്ടികളെ നമ്മള് ചില അധ്യാപകരെ ഏറ്റെടുത്ത് പഠിപ്പിക്കാറുണ്ട്. അത് സർവ്വ ചെലവ് ആരായിരിക്കും പഠിക്കുന്നത്? ഞങ്ങളുടെ അവിടെ ട്രൈബ്സിന്റെ ഇത് കൂടുതലാണ്. ഇടുക്കി, തൊടുപുഴ ഭാഗത്തൊക്കെ, കട്ടപ്പന അങ്ങനെ ആ ഭാഗത്തേക്കൊക്കെ ട്രൈബ്സിന്റെ ഇത്. അപ്പൊ അവരുടെ ഉള്ള സ്കൂളുകളിലുള്ള കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ട് ട്രൈബ്സിന്റെ ഒക്കെ അവിടെ പോയിട്ട് ട്രൈബലിന്റെ ആ കുട്ടികളൊക്കെ ഏറ്റെടുക്കുന്നുണ്ട്. ശരി. ഓക്കെ. നിങ്ങള് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഇൻഡോർ ക്യാൻവാസ്, നെഗറ്റീവ് ക്യാൻവാസ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചൊരു
പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലല്ല എഴുതിയിരിക്കുന്നത്. അപ്പൊ കുറച്ചുകൂടി എളുപ്പമായിട്ട് ഞാൻ കുറച്ച് സെന്റൻസ് ആക്കിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഒന്ന് എഴുതിയെടുക്കുന്നത് കേട്ടോ ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ, ടൈപ്സ് ഓഫ് ക്യാൻവാസിംഗ്. ഇപ്പൊ ഡോർ ടു ഡോർ ക്യാൻവാസിംഗ് to introduce the school in first years. നമുക്കറിയാലോ ക്യാൻവാസിംഗ് നടക്കുന്നത് നമ്മുടെ സ്കൂളിന്റെ ഫസ്റ്റ് ഇയേഴ്സ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെയായിരിക്കും നമ്മളത് ക്യാൻവാസിംഗ് ആരംഭിക്കുന്നത്. പിന്നെ take this kind of canvassing. Thereafter, door-to-door canvassing will lose the notoriety of the school. Wall posters, notice, advertisement, and propaganda. This kind of advertisement will also be business type. This is not giving a successful result. Okay. After door-to-door canvassing will lose the notoriety of the school. എന്താണ് notoriety എന്ന് പറയുന്നത്? ഡോർ ടു ഡോർ കോൺവാസിംഗ് കൊണ്ട് നമുക്ക് ചെറിയ കുപ്രസിദ്ധമായിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാവാറുണ്ട്. എന്താണ് കുപ്രസിദ്ധമായിട്ടുള്ള ഒരു ലോസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നൊട്ടോറിറ്റി ലോസ് എന്ന് പറയുന്നത് എന്താണ്? എന്തായിരിക്കാം? നമ്മൾ നേരത്തെ പറഞ്ഞു മറന്നുപോയാ? ചില സ്ഥലങ്ങളിൽ നിന്ന് മോശമായ പ്രതി. യെസ്, അത് ചില സ്ഥലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളുടെ ഡോക്ടർ ടീച്ചേഴ്സിൽ നിന്ന് തന്നെ ചിലപ്പോൾ പറ്റുന്നതാണ് അല്ലെ. നമ്മൾ പറയുന്നത് വ്യക്തമായ രീതിയിലല്ലെങ്കിൽ നമ്മൾ ചെല്ലുന്ന വീടുകളിലൊക്കെ പറയും, പാരന്റ്സ് പറയും ആ സ്കൂളിനെ പറ്റി ഇന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ, അല്ലെങ്കിൽ മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെന്നൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ ഉണ്ടാക്കി പറയും. മറ്റുള്ളവർ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതിയല്ലോ ഒന്ന് പൊട്ടി വലുതാക്കാനായിട്ട്. കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും, അതൊക്കെ വലുപ്പമായിട്ട് കാണില്ല. അധ്യാപകർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ബാഡ് ഇൻസിഡൻസ് അല്ലെ, ബാഡ് ഇൻസിഡൻസിന് എന്താണ് അവർ കുക്കി കാണിക്കും. അപ്പൊ ഈ ഡോർ ടു ഡോർ ക്യാൻവാസിംഗ് അത്ര നമുക്ക് എന്താണ് നല്ലൊരു റിസൾട്ട് കിട്ടണമെന്നില്ല അല്ലെ, നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ടും വേണ്ടി കിട്ടിയെന്ന് വരാം. ഇൻ കേസ് അടുത്തത് എന്താണ്? വാൾ പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ നോട്ടീസ് അഡ്വർടൈസ്മെന്റ് ആൻഡ് പ്രൊപ്പഗണ്ട. എന്താണ് വാൾ പോസ്റ്റേഴ്സ് ആണ് നോട്ടീസ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്? വാൾ പോസ്റ്റേഴ്സ് പരസ്യമായിട്ട് ഇങ്ങനെ ഭിത്തിയിലൊക്കെ ഒട്ടിച്ചു വെക്കത്തില്ലേ പബ്ലിക്കായിട്ട്? പബ്ലിക്കായിട്ട് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാറ്. അതേപോലെ കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ നല്ല മാർക്ക് എടുത്തതാണെങ്കിൽ അവരുടെ പോസ്റ്റ് ഫ്രണ്ടില് വെക്കുന്നത്. അതെ, യെസ്, അതെ, നല്ല മാർക്ക്. ഇപ്പൊ നമ്മളിപ്പോ 10th ഫുൾ 100% വിജയമുള്ള സ്കൂളുകളൊക്കെ എന്താണ് എല്ലാ സ്ഥലങ്ങളിലും വാൾ പേപ്പേഴ്സും വാൾ പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ നോട്ടീസ് ഒക്കെ അടിച്ചടിക്കിയിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ടാണ് ഇനിയുള്ള അക്കാദമിക് ഇയറിലേക്ക് കുട്ടികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരത്തില് നോട്ടീസ് ആൻഡ് അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത്. പിന്നെ this kind of advertisement will also be a business type. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ഈ വാൾ പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ നോട്ടീസ് അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുക്കുക എന്നുള്ളത് ഏത് ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെന്റ് ആണ്, ഏത് ടൈപ്പ് ഓഫ് ക്യാൻവാസിംഗ് ആണിത്? ബിസിനസ് അല്ലെ, ഒരു ബിസിനസ് ആണ് അല്ലെ, ബിസിനസ് മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുകയാണ്. അപ്പൊ മാനേജ്മെന്റിന്റെ മറ്റൊരു സ്ട്രാറ്റജിയാണ് ശരിക്കും എന്ന് പറഞ്ഞാല് ഇത്തരത്തിൽ പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ നോട്ടീസുകളൊക്കെ അഡ്വർടൈസ്മെന്റ് വഴി അച്ചടിക്കാനുള്ളത്. അതൊരു ബിസിനസ് ടൈപ്പ് ഓഫ് ക്യാൻവാസിംഗ് ആണ്. ഇപ്പൊ ഡോർ ടു ഡോർ ക്യാൻവാസിംഗ് പറഞ്ഞു, ഇപ്പൊ പറഞ്ഞത് എന്താണ്? ബിസിനസ് ടൈപ്പ്. ബിസിനസ് ടൈപ്പിലാണ് എങ്ങനെ വരുന്നത്? വാൾ പോസ്റ്റേഴ്സ് ഉണ്ടാവും, നോട്ടീസ് അഡ്വർടൈസ്മെന്റ് ആൻഡ് പ്രൊപ്പഗണ്ടാസ്. ഇതിലൂടെ ആയിരിക്കും ഒരു പ്രധാനമായിട്ട് പ്രചരണം നടത്തുന്നത്. ഓക്കെ, അങ്ങനെ ആകർഷിച്ചു വരുന്ന പാരന്റ്സ് ഉണ്ടാവും. പിന്നെ എന്താണ്? ദിസ് ഇസ് നോട്ട് ഗിവിംഗ് എ സക്സസ്ഫുൾ റിസൾട്ട്. പക്ഷെ ഈ ബിസിനസ് ടൈപ്പിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് വാൾ പോസ്റ്റർ വെച്ചു അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് കൊടുത്തു എന്ന് വിചാരിച്ച് നല്ലൊരു റിസൾട്ട് ഉണ്ടാവണമെന്നുണ്ടോ? എല്ലാവരും ചിലപ്പോ എനിക്ക് തോന്നുന്നു അതിലും നന്നായിട്ട് ചിലപ്പോ ടീച്ചേഴ്സ് സ്കൂളിൽ വീട്ടിൽ പോയി ചെന്ന് പറയുന്നത് ഈ ഡോർ ടു ഡോർ ക്യാൻവാസിംഗ് കുറച്ചുകൂടെ എഫക്റ്റീവ് അല്ലെ. അതിനേക്കാൾ കൂടുതൽ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വിശ്വാസവും അല്ലെ. ആ സ്കൂളിനെ പറ്റി പറയുന്ന സമയത്ത് അത് രണ്ട് രീതിയിലും വരെ അല്ലെ, നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ട് നമുക്കത് എടുക്കാം. ചിലവർ പറയുന്നതിൽ പറ്റുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് മൂലമോ അല്ലെങ്കിൽ പാരന്റ്സിന്റെ ചിലപ്പോൾ ബാഡ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് മൂലമൊക്കെ ചിലപ്പോൾ ചേർക്കാതിരിക്കും. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഓക്കെ, ഇപ്പൊ ടൈപ്സ് ഓഫ് ക്യാൻവാസിംഗിൽ ഇപ്പൊ പറയുന്നത് ഒന്ന് നമ്മൾ പറഞ്ഞത് ഇപ്പൊ ജസ്റ്റ് പറയുന്നതാണ് കേട്ടോ. ഡോർ ടു ഡോർ ക്യാൻവാസിംഗ് ഉണ്ട്, പിന്നെ എന്താണ് ബിസിനസ് ടൈപ്പ്. ഇതാണ് പ്രധാനമായിട്ടും നടക്കുന്നത്. അല്ലാത്ത രീതിയിൽ രണ്ട് ടൈപ്സ് വരുന്നുണ്ട്. എന്തൊക്കെയാണ്? ഇൻഡോർ ക്യാൻവാസിംഗ് ആൻഡ് നെഗറ്റീവ് ക്യാൻവാസിംഗ്. ഇൻഡോർ ക്യാൻവാസിംഗ് ആൻഡ് നെഗറ്റീവ് ക്യാൻവാസിംഗ് നോക്കാം. ഇൻഡോർ ക്യാൻവാസിംഗ് എന്താണ്? ഗിവിംഗ് ഗുഡ് എഡ്യൂക്കേഷൻ ടു ദ പ്രസന്റ് സ്റ്റുഡൻസ്, കണ്ടിന്യൂ ഡിസിപ്ലിൻ, സ്ട്രിക്ട്ലി ക്വസ്റ്റൻ ആൻഡ് എൻക്വയറീസ്. എന്തെങ്കിലും മനസ്സിലായോ ഇൻഡോർ ക്യാൻവാസിംഗ് എന്താണെന്ന്?
കുട്ടികളെ നല്ല ഡിപ്പെൻഡ് സ്റ്റുഡൻസിന് നല്ല അവിടെ വ്യക്തികളുടെ പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ ഞാൻ പറയുന്നതെന്ന് എഴുതിയെടുത്തേ, പറയുന്നതെന്ന് എഴുതിയെടുക്കട്ടെ. ഇൻഡോർ ക്യാൻവാസിങ് എന്താണെന്നാണ് പറയുന്നത്, എഴുതിയെടുക്കാം. പേനയൊക്കെ കയ്യിലുണ്ടോ? Yes, ma'am. In schools, refers to the refers to the REFERS refers to the. നിങ്ങൾ ആരെങ്കിലും എഴുതിയിട്ടിട്ടൊന്ന് ഗ്രൂപ്പിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, വാട്സപ്പില്. എല്ലാവരും എഴുതി കേൾക്കാത്തവരുണ്ടെങ്കിൽ അവരുടെ കാര്യം പറഞ്ഞാൽ ഇപ്പൊ ബ്രേക്ക് ആയി പോകുക അങ്ങനെയൊക്കെ. In school refers to the process of. In schools refers to the process of. Refers to the process of gathering information. Gathering. GATHERING. Gathering information. Gathering information. Comma. Information related comment. Opinion. Information. Opinion. Or feedback. Or feedback. Feedback. Or feedback from students. From students. ഒന്നുകൂടി പറയാം. In school refers to the process of gathering information, comma, opinion or feedback from students. Students, comma, teachers. Teachers, students എന്നിട്ട് teachers or staff. Or staff. Or staff within the school premises. Within. 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 Within the school premises. Within the school premises. ഒന്നുകൂടി വായിക്കാം. In a school refers to the process of gathering information, opinion or feedback from students, teachers or staff within the school premises. That is indoor canvassing. ഒന്ന് വായിച്ചിട്ട് അതൊന്ന് പറയാൻ പറ്റുമെന്ന് നോക്കിയേ. എന്താണ് indoor canvassing എന്ന്? ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യുന്നതിനെ പറ്റിയിട്ടല്ല. അപ്പം ഓരോരുത്തരുടെ ഒക്കെ ഒപ്പീനിയൻസ് കളക്ട് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റുഡൻസിൽ നിന്നും നമ്മൾ ഫീഡ്ബാക്ക് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എന്നിട്ട് നമ്മൾ അതിനെ അതായത് നമുക്ക് പ്രൊമോട്ട് ചെയ്യുന്ന പോലെ ചെയ്യുന്നതല്ലേ മാം ഇതിന്റെ? ഓക്കെ, ഇതെങ്ങനെ നമുക്ക് ഇൻഡോർ ക്യാൻവാസിന്റെ ക്ലാസ്സിൽ കൊടുക്കാൻ പറ്റും? ക്ലാസ് റൂം വിസിറ്റ് ചെയ്തുകൊണ്ട് ടീച്ചേഴ്സിന് പറയാൻ പറ്റും അല്ലെ? നമ്മുടെ അവിടെ അക്കാദമിക് ഇയറിലേക്ക് കുട്ടികളോട് തന്നെ നമ്മൾ പറയാണ് അല്ലെ? കുട്ടികളോട് പറഞ്ഞു കൊടുക്കും. ഒരു എക്സാമ്പിൾ പറയാനായിട്ട് നമ്മൾ കുട്ടികളോട് തന്നെ പറഞ്ഞു കൊടുക്കും. എന്താണ്, അടുത്ത വർഷം അനിയനോ അനിയത്തിയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ചേർക്കണം. സ്കൂളിലെ ബാക്കി ടീച്ചേഴ്സ് കുട്ടികളോട് പറയും. അപ്പൊ കുട്ടികൾ അത് ഇൻഫ്ലുവൻസ് ചെയ്യണ്ട. ഓക്കെ, ഇനി അതർ സ്റ്റാഫ്സിനോട് പറയും. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളോട് നമ്മൾ പറയും. അതൊക്കെ സ്കൂളിനകത്ത്. സ്കൂൾ പ്രിമൈസസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്കൂളിന്റെ അകത്ത് നടക്കുന്നതാണ് ഇവിടെ ഇൻഡോർ ക്യാൻവാസിംഗ് എന്ന് പറയുന്നത്. കുട്ടികളോട് പറയും, അതർ സ്റ്റാഫിനോട്, മറ്റ് ടീച്ചേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. പിന്നെ എന്താണ്, സർവേസ് ചെയ്യും. നമ്മുടെ സ്കൂളിൽ തന്നെ പല സർവേകൾക്ക് ചെയ്തിട്ട് പാരന്റ്സ് മീറ്റിംഗ്, യെസ് വെരി ഗുഡ്, പാരന്റ്സ് മീറ്റിംഗ്, PTA മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഇതൊക്കെ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ചിലപ്പോൾ പാരന്റ്സിന് നമ്മുടെ സിബ്ലിങ്സ് ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ പാരന്റ്സിനെ വിളിച്ച് സംസാരിക്കും അല്ലെ? സ്കൂളിൽ വെച്ച് തന്നെ എന്താണ്, ടീച്ചേഴ്സ് വിളിച്ചിട്ട് പാരന്റ്സിനോട് പറയും അടുത്ത വർഷം ഇനി കുട്ടികളെ ചേർക്കണം എന്ന് പറഞ്ഞിട്ട്
നമ്മൾ അതിനകത്ത് വെച്ച് സ്കൂളിനകത്ത് വെച്ച് നമ്മൾ നടത്തുന്ന ക്യാൻവാസിംഗ് നടത്തുക ഇൻഡോർ ക്യാൻവാസിംഗ്. ഇപ്പൊ നമുക്ക് ക്ലാസ് മുറിയിൽ നടത്താൻ പറ്റും അല്ലെ? ക്ലാസ് മുറിയിൽ കുട്ടികൾ വരുന്ന സമയത്ത് കുട്ടികളോട് പറയാം. പാരന്റ്സ് മീറ്റിംഗിൽ പാരന്റ്സ് വരുന്ന സമയത്ത് അവരോട് പറയാം. PTA മീറ്റിംഗ് തുടങ്ങി മറ്റ് സ്കൂളുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ മീറ്റിംഗ്സിൽ നമുക്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഇൻഡോർ ക്യാൻവാസിംഗ് നടത്താവുന്നതാണ്. എന്തുമായി ബന്ധപ്പെട്ട്? അഡ്മിഷനുമായി ബന്ധപ്പെട്ട്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി മാം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഗിവിംഗ് ഗുഡ് എഡ്യൂക്കേഷൻ ടു ദ പ്രസന്റ് സ്റ്റുഡൻസ്. ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിന് നമുക്ക് എന്ത് കൊടുക്കാം? നല്ല രീതിയിൽ ഇൻഫർമേഷൻ പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ എന്താണ് കണ്ടിന്യൂയിങ് ഡിസിപ്ലിൻ സ്ട്രിക്ട്ലി കോച്ചിങ് ടെക്നിക്കൽ എൻക്വയറീസ്. കൃത്യമായിട്ടുള്ള അച്ചടക്ക പരിപാലനത്തെ കുറിച്ച് അതോടൊപ്പം തന്നെ എന്താണ് എൻക്വയറീസ്, അഡ്മിഷനുമായി ബന്ധപ്പെട്ട എൻക്വയറീസിനെ കുറിച്ചിട്ടും കൃത്യമായ രീതിയിൽ നമുക്ക് ക്ലാസ് മുറിയിൽ തന്നെ കുട്ടികൾക്ക് അത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഇൻഡോർ ക്യാൻവാസിംഗ്. ഞാൻ എഴുതി തന്നത് പഠിച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോ എഴുതി തന്നത് മാത്രം ഇൻഡോർ ക്യാൻവാസിംഗ് എന്താന്ന് പഠിക്കാം. അടുത്തത് നെഗറ്റീവ് ക്യാൻവാസിംഗ്. നെഗറ്റീവ് ക്യാൻവാസിംഗ് ഒരാളൊന്ന് വായിച്ച്. സാനിയ. സാനിയാണോ സനിയാണോ? വായിക്കാമോ? നെഗറ്റീവ് ക്യാൻവാസിംഗ് ഒന്ന് വായിച്ചേ. ഞാൻ വായിക്കട്ടെ. സാനിയല്ല, എന്റെ പേര് നിർമ്മലയാണ്. ഓക്കെ, ശരി. It is the best type of canvassing to advise admission. This year will feature you multiples of admission in this future. Admissions coming in January are called the negative canvassing. ഓക്കെ ഓക്കെ, വായിച്ചോട്ടെ. വായിച്ചു വായിച്ചോളൂ. Admissions coming in January are called the teaching admission. അല്ല, സോറി, ചീറ്റിംഗ് അഡ്മിഷൻ. ശരിയാണ്. ശരിയാണോ? നെഗറ്റീവ് ക്യാൻവാസിംഗ് നമുക്ക് പേരിൽ നിന്ന് തന്നെ കുറച്ച് കാര്യം മനസ്സിലാവും അല്ലെ? നെഗറ്റീവ് ക്യാൻവാസിംഗ് is a best type of canvassing to adverse admission. This year will fetch you multiples of admission in the future. Admissions coming in January are called the cheating admission. എന്തെങ്കിലും മനസ്സിലായത്? ഒരു സമയം തന്നെ ഒരുപാട് അഡ്മിഷൻ എടുക്കുന്നതാണോ മാം? അല്ല, അതായത് നെക്സ്റ്റ് ഇയറിലേക്ക് വരുന്ന പറഞ്ഞ് നമ്മൾ കീപ്പ് ചെയ്ത് വെച്ച് അങ്ങനെയാണോ ഫോൾസ് ആയിട്ട് എടുക്കുന്നത്? നോട്ട് ചെയ്തോളൂ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നോട്ട് ചെയ്തോളൂ. നെഗറ്റീവ് അഡ്മിഷൻ എന്താണ്? നെഗറ്റീവ് ക്യാൻവാസിംഗ് എന്താണ്? In a school settings എഴുതുന്നുണ്ടോ നിങ്ങള്? In a school settings refers to the refers to the act of refers to the act act refers to the act of spreading 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 unfavorable spreading unfavorable or misleading 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 information, spreading unfavorable or misleading information about someone usually about someone a teacher, comma student,
student, or staff? Usually teacher, student, or staff member. Staff member. Usually teachers, students, or staff member. In order to, in, order to, order to, O-R-D-E-R, order to, T-O, in order to damage, in order to damage their, in order to damage their, T-H-E-I-R, their reputation, their reputation. In order to damage their reputation. In a school setting refers to the act of spreading unfavorable or misleading information about someone, usually a teacher, student, or a staff member in order to damage their reputation. ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട് ഇങ്ങോട്ടൊന്ന് പറഞ്ഞാലേ എന്താണ് നെഗറ്റീവ് ക്യാൻവാസിംഗ് ഉള്ളത്? വായിച്ചു നോക്കട്ടോ. വേറൊരു സ്കൂളിനെ പറ്റിയിട്ട് ഫാൾസ് ആയിട്ടുള്ള ഇൻഫർമേഷനോ അല്ലെങ്കിൽ മിസ്ലീഡ് ആയിട്ട് ടീച്ചേഴ്സ് അവിടുത്തെ ടീച്ചേഴ്സിനെയോ പിന്നെ സ്റ്റാഫോ സ്റ്റുഡൻസിനെ കുറിച്ച് പറഞ്ഞിട്ട് അവരെ റെപ്യൂട്ടേഷൻ ഇല്ലാതാക്കിയിട്ട് ചെയ്തതല്ലേ മാം? വേറൊരു സ്കൂളിനെ തന്നെ പറ്റി പറയുന്നത് അല്ലെ? ഇതാരായിരിക്കും പറഞ്ഞുണ്ടാക്കുന്നത്? എന്താ മാം കേൾക്കാൻ വയ്യ. ആരാണ് ഇങ്ങനെ നെഗറ്റീവ് ക്യാൻവാസിംഗ് കൊടുക്കുന്നത്? ആരായിരിക്കും? ഒരു സ്കൂളിനെ പറ്റിയിട്ട് മറ്റേ സ്കൂളായിരിക്കും. ഒരു സ്കൂള് മറ്റൊരു സ്കൂള് അങ്ങനെയായിരിക്കും. മറ്റേ സ്കൂളിനെ പറയുന്നു. സ്കൂള് മാത്രമാണ് പറയുന്നത്? അല്ല, ടീച്ചേഴ്സ് പറയാം, സ്റ്റുഡൻസ് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വ്യക്തികളുണ്ട്. അവരുടെ പേര് പറയാത്തെന്താ? പാരന്റ്സ് ആണോ? പാരന്റ്സ് അല്ല. മാനേജേഴ്സ്, മാനേജ്മെന്റ് അല്ല. എന്താണ്? നെഗറ്റീവ് ക്യാൻവാസിംഗ് കൊടുക്കാൻ പറ്റുന്ന ഒറ്റ ആളെ ഉള്ളൂ ഈ ഭൂലോകത്ത്, നമ്മുടെ നാട്ടുകാര് അല്ലെ? തൊട്ടടുത്ത സ്കൂളാണെങ്കിൽ പോലും എന്താണ്, അവരപ്പൊ തന്നെ ഒരു നെഗറ്റീവ് കമന്റ് പറഞ്ഞിരിക്കും. ആ ടീച്ചർ അങ്ങനെയാണ്, അല്ലെങ്കിൽ ആ കുട്ടികൾ അങ്ങനെയാണ്, ആ സ്കൂൾ അങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ സ്കൂളിന്റെ റെപ്യൂട്ടേഷൻ ആണ് അത് ബാധിക്കുന്നത്. ദാറ്റ് ഈസ് നെഗറ്റീവ് ക്യാൻവാസിംഗ്. ഓക്കെ, അങ്ങനെ കൊടുക്കുന്ന ഇൻഫർമേഷൻസ്, മിസ്ലീഡിങ് ഇൻഫർമേഷൻസ് കൊടുക്കുന്ന സ്കൂളുകളുണ്ട്. ആ സ്കൂള് അവിടെ ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ, അവിടെ അങ്ങനെയാണ്. അല്ലെങ്കിൽ ഞങ്ങള് വളരെ സീക്രട്ട് ആയിട്ട് പിന്നീടൊക്കെ പറഞ്ഞുതരാം. അതൊക്കെ കേൾക്കുമ്പോൾ പാരന്റ്സ് എന്ത് വിചാരിക്കും, അവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട്, വേണ്ട. ഇൻകേസ് പല ടീച്ചേഴ്സ് തന്നെ ചിലപ്പോ അങ്ങനത്തെ ഒരു ഇത് ചെയ്യാറുണ്ട് കേട്ടോ, വേണ്ട എന്നുള്ള രീതിയിൽ. ചിലര് സത്യസന്ധമായിട്ട് പറയുന്നുണ്ട്. ഈ നെഗറ്റീവ് ക്യാൻവാസ് നമുക്ക് ഒരിക്കലും എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു മോശമായിട്ട് പറയാനും പറ്റില്ല. എല്ലാത്തിനും ഈ രണ്ട് വശങ്ങളുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ചിലവര് പറയുന്ന ഇൻഫർമേഷൻ കറക്റ്റ് ആയിരിക്കും അല്ലെ? ഇപ്പൊ ചില സ്കൂളുകളില് ഇപ്പൊ MDMA എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾക്ക് അറിയാമോ? MDMA അത് യൂസ് ചെയ്യുന്ന കുട്ടികൾ, ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട്. അത് അത് നമുക്ക് അറിയാൻ കഴിയുന്നത് എവിടെ നിന്നാണെന്ന് അറിയോ? ഒരു സ്കൂളിൽ അതിപ്പോ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് അറിയാൻ കഴിയുന്നത് ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ്. ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ആ ഡോക്ടർ ചോദിച്ചു, കുട്ടി എവിടെ പഠിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഇവിടെയാണ് പഠിക്കുന്നത് പറഞ്ഞപ്പോ എന്റെ ഒരു കുറെ പീഡിയാട്രീഷ്യൻ ആണ്, ഫിസീഷ്യൻ ഉണ്ട്, വേറെ ഒരാളുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണ്, ആ കുട്ടികളെ ഏറ്റവും കൂടുതൽ പാരന്റ്സ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, അവിടെ ഇത് കൊടുത്തിട്ട് ആ കുട്ടികൾക്ക് യൂസ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കറക്റ്റ് ഒരു ഇൻഫർമേഷൻ അവിടെ നിന്ന് കിട്ടി. അപ്പൊ ഒരിക്കലും നെഗറ്റീവ് ക്യാൻവാസിൽ നമുക്ക് ചില സിറ്റുവേഷൻസിൽ മോശമാണെന്ന് പറയാൻ പറ്റില്ല അല്ലെ? ശരിക്കും പറഞ്ഞാൽ ഒരു സ്കൂളിന്റെ റെപ്യൂട്ടേഷൻ തരത്തുന്ന തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആണ് പാസ് ചെയ്യുന്നതെങ്കിലും ചില സമയങ്ങളിൽ അത് നമുക്ക് എന്താണ്, ഉപകാരപ്പെട്ടേക്കാം അല്ലെ? മനസ്സിലായോ മിസ്? ഇതുപോലെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങളുടെ ഇവിടെ ഉണ്ട്. ഈ വാഴക്കുളത്ത് ഗവൺമെന്റ് സ്കൂൾ ഒരെണ്ണമുണ്ട്.
അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്കൂൾ, എന്റെ കുട്ടികളുടെ സ്കൂളിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ വാഴക്കുളം ഗവൺമെന്റ് സ്കൂള്. അപ്പൊ ഇപ്പൊ ഞങ്ങളുടെ ടീച്ചേഴ്സ് ആണെങ്കിലും ആ നാട്ടുകാരെ ഉൾപ്പെടെ പറയും ഗവൺമെന്റ് വാഴക്കുളത്തുള്ള സ്കൂളിൽ വിടരുത്. കാരണം വെച്ചാൽ അവിടെ കുട്ടികൾ ഇവിടെ ഭയങ്കര ഇപ്പൊ ഫുൾ പിള്ളേരൊക്കെ കഞ്ചാവും അതുപോലെ തന്നെ MDMA അങ്ങനെയുള്ള ലഹരിയിൽ ഭയങ്കര ഇപ്പൊ ഈ അടുത്തിടയിൽ ഇപ്പോ ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരാളെ പിടിച്ചു 2.5 കിലോ 2678 കിലോ ഉള്ള ഒരു കഞ്ചാവ് കൊണ്ട് ഒരാളെ പിടിച്ചു. മുസ്ലിം ആയിരുന്നു, ആള് മലയാളിയാണ്. ആള് 1.5 വർഷമായിട്ട് മറ്റേ DYSPയുടെ കീഴില് മറ്റേ സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസം കൈയോടെ അയാൾ വണ്ടിയിൽ നിന്ന് പിടിച്ചു. അയാളുടെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ വേറൊരാളുടെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. അപ്പൊ അതുപോലെ തന്നെ അതുകൊണ്ട് നമ്മൾ ആ സ്കൂളിൽ നെഗറ്റിവിറ്റി കൊണ്ടുവരുന്നത് അവിടുത്തെ സ്കൂളിനെ സംബന്ധിച്ചല്ല. ഈ കുട്ടികൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ ഇങ്ങനെ പറയാ അവിടെ ആക്കരുത്, അവിടെ ആക്കി കഴിഞ്ഞാൽ കുട്ടികൾ അതിന് അടിമയാവട്ടോ, അങ്ങനെ ആക്കണ്ടെന്ന് പറയാം. അവിടുത്തെ സാറുമാരെ തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടുത്തെ കുട്ടികൾ ഇങ്ങനെയാണ്, എല്ലാ കുട്ടികളും, അതായത് ഒരു കുട്ടി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ആണ് അതിന്റെ പേര്, എല്ലാവർക്കും. ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ ഈ TMG അടുത്തുള്ളതുകൊണ്ട് ഇവരുടെ ക്ലാസ്സിലേക്കൊക്കെ അങ്ങനെ സ്കൂളിലോട്ട് ഇങ്ങനെ വരും. നമുക്ക് ഡ്രഗിന്റെ ഒക്കെ എന്തെങ്കിലും ഒരു ക്ലാസ് ഒക്കെ നമുക്ക് തരാറുണ്ട് പാരന്റ്സിനൊക്കെ. അപ്പൊ നമ്മുടെ അടുത്ത സാറന്മാർ പോലീസുകാരാണെങ്കിൽ നമ്മുടെ അടുത്ത് പറയുന്ന ഒറ്റൊരു കാര്യമുള്ളൂ, നമ്മൾ ഒരിക്കലും നമ്മുടെ കുട്ടികളെ നമ്മളിങ്ങനെ ഇതാക്കരുത്. അപ്പൊ അത് അവിടെ വരുന്ന നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംബന്ധമാണ്. അതായത് സ്കൂള് കൊള്ളില്ല എന്നുള്ളതല്ല, കുട്ടികളുടെ കയ്യിലുള്ള പ്രവൃത്തിയാണ് അവിടെ കൊള്ളില്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആരും അങ്ങോട്ട് വിടാനും താല്പര്യം ഇല്ല എന്നുള്ളതാണ്. അപ്പൊ മനസ്സിലായില്ലേ നെഗറ്റീവ് ക്യാൻവാസ് ഇതാണ് സംഭവം അല്ലെ? അപ്പൊ അതിന് നല്ല ഗുണങ്ങളുണ്ട്, ചീത്ത ഗുണങ്ങളും ഉണ്ട് അല്ലെ? നല്ല 2 വശങ്ങളുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? പ്രധാനമായിട്ടും ടൈപ്സ് ഓഫ് ക്യാൻവാസിങ്ങിനെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഇൻഡോർ ക്യാൻവാസിംഗ് ഉണ്ട്, നെഗറ്റീവ് ക്യാൻവാസിംഗ് ഉണ്ട്. ഇൻഡോർ ക്യാൻവാസിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡോർ ക്യാൻവാസിംഗ് പരിസരങ്ങളിലും വീടുകളിലൊക്കെ സ്കൂളിനെ പറ്റി അകത്ത് കുട്ടികളോടും ടീച്ചേഴ്സിനോടും മറ്റേ പേരന്റ്സ് മീറ്റിംഗ് ഒക്കെ പറയുന്ന സ്കൂൾ പ്രീമൈസസിന്റെ അകത്ത് വെച്ച് അല്ലെ വിത്തിൻ ദ സ്കൂൾ പ്രീമൈസസ്, സ്കൂളിനകത്ത് നമ്മൾ കൊടുക്കുന്ന ക്യാൻവാസിംഗ് ആണ് ഇൻഡോർ ക്യാൻവാസിംഗ്. ഈ നെഗറ്റീവ് ക്യാൻവാസിനെ നമ്മൾ ഔട്ട്ഡോർ ക്യാൻവാസിംഗ് എന്ന രീതിയിൽ പറയാറുണ്ട്. മറ്റൊരു പേരാണ് അതിന്റെ, ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി നെഗറ്റീവ് ക്യാൻവാസിംഗ് എന്താണ്? ആ സ്കൂളിന്റെ റെപ്യൂട്ടേഷൻ തകർക്കുന്ന തരത്തിലുള്ള മിസ്ലീഡിംഗ് ഇൻഫോർമേഷൻസ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അൺഫേവറബിൾ ആയിട്ടുള്ള റീസൺസ് ഒക്കെ കൊടുത്തുകൊണ്ട് ആ സ്കൂളിന്റെ പേര് നശിപ്പിക്കുന്ന തരത്തിലുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു പ്രചരണമാണ് എന്ത് നെഗറ്റീവ് ക്യാൻവാസിംഗ് എന്ന് പറയുന്നത്. അതിനു മുമ്പ് നമ്മൾ 2 പഠിച്ചു, 4 ശരിക്കും പഠിക്കാനുണ്ട് അല്ലെ? ഫസ്റ്റ് എന്താ നമ്മൾ പഠിച്ചത്? ഡോർ ടു ഡോർ ക്യാൻവാസ് അല്ലെ? ഡോർ ടു ഡോർ ക്യാൻവാസ് എന്ന് പറഞ്ഞു. പിന്നെ എന്താണ്? ബിസിനസ് ടൈപ്പ് ക്യാൻവാസിംഗ്. ബിസിനസ് ടൈപ്പ് ക്യാൻവാസിംഗ് എന്തൊക്കെ വരുന്നുണ്ട്? പോസ്റ്റേഴ്സ്, നോട്ടീസ്, അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ബിസിനസ് ടൈപ്പ് ക്യാൻവാസിംഗ് കൊടുക്കുന്നത്. ഒട്ടും സക്സസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് ചിലപ്പോൾ തരുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ വരുന്നത് എന്താണ്? ഇൻഡോർ ക്യാൻവാസിംഗ് ആണ്. ഓക്കെ, യെസ്. ഇനി വരുന്നത് പ്രീമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസ്. ഇത് ഞാൻ എടുക്കില്ല, നിങ്ങൾ എടുക്കണം. ഇപ്പോഴല്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ ഫ്രൈഡേ ഉള്ള ക്ലാസ്സില് ആകെ 2 ഭാഗങ്ങളുള്ളൂ. ഒന്ന് സ്കൂളിന്റെ ബിൽഡിങ്സ് അല്ലെങ്കിൽ സ്കൂളിന്റെ ചുറ്റുപാട് നമ്മൾ എങ്ങനെയാണ് പരിചരിക്കേണ്ടത്. പിന്നെ വരുന്ന പോയിന്റ് എന്താണ്? ഡിസിപ്ലിൻ ആൻഡ് മെയിൻ്റനൻസ്. സ്കൂളിലെ അച്ചടക്ക പരിപാലനത്തിന്റെ ആവശ്യകതയും അതിന്റെ കാര്യങ്ങളുമാണ് 2 വരുന്നത്. വളരെ സിമ്പിൾ ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തരയാണ്, നിങ്ങൾ എടുക്കണം ക്ലാസ്. ഓക്കെ, ഞാൻ പറയാം. ആരൊക്കെ ഇപ്പൊ വില്ലിംഗ് ആണ് ചെയ്യാമെന്ന് പറയാൻ? ആരൊക്കെ വില്ലിംഗ് ആണ്? ഞാൻ ചെയ്യാം മാം. ആരാണ്? മസ്രിഫയാണോ? മസ്രിഫ മെയിൻ്റനൻസ് എടുക്കും. ഓക്കെ, കംപ്ലീറ്റ് എടുക്കുള്ള പാരഗ്രാഫ് എന്താ മാം? എടുക്കണോ? മനസ്സിലായില്ല. കംപ്ലീറ്റ് പാരഗ്രാഫ് എടുക്കോ അല്ലെങ്കിൽ സെക്കൻഡ് പാരഗ്രാഫ് എടുക്കണോ? ഫുൾ എടുക്കാം. ഫുൾ എടുക്കും. ഓക്കെ, ദെൻ അടുത്തത് ഞാൻ ഡിസിപ്ലിൻ ആൻഡ് മെയിൻ്റനൻസ് ആരെടുക്കും? ഞാൻ എടുക്കാം. ഓക്കെ, ബീജ എടുക്കും കേട്ടോ. പേരുകൾ ഓർമ്മയുണ്ടല്ലോ. മസ്രിഫയാണ് പ്രീമൈസസ് ബിൽഡിങ്സ് എടുക്കുന്നത്, ബീജയാണ് ഡിസിപ്ലിൻ ആൻഡ് മെയിൻ്റനൻസ് എടുക്കുന്നത്. ഓക്കെ, അതോടുകൂടി നമ്മൾ ആ ചാപ്റ്റർ ഒന്ന് കഴിയും കേട്ടോ. പഠിക്കാനൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. നന്നായിട്ട് വായിച്ചു നോക്കുക, എന്നിട്ട് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ക്ലാസ്സിൽ അതൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അടുത്ത ബുധനാണോ വെള്ളിയാണോ? ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് ഓഫീസ് മാനേജ്മെന്റ് തുടങ്ങാം. സിമ്പിൾ ആണ്, ഒറ്റ പേജുള്ള ചാപ്റ്റർ കഴിഞ്ഞു.
വേഗം ഒന്ന് പോകണ്ടല്ലാന്ന് ഓർത്തിട്ടാണ് പതിയിരിക്കുന്നത്. മിസ് ഇന്നലെ മോക്ക് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയ ഡൗട്ട് ചോദിച്ചോട്ടെ? എന്താണ്? അത് നമ്മുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസിലെ ഐക്യുവിന്റെ കൺസെപ്റ്റ് കൊണ്ടുവന്നത് വില്യം സ്റ്റേൺ ആണെന്നല്ലേ നമ്മൾ പഠിച്ചത്? പക്ഷെ അത് മോക്ക് ടെസ്റ്റില് ഓപ്ഷൻ ആൽഫ്രഡ് പിനറ്റ് ആണ് കറക്റ്റ്. ഞാൻ പറയട്ടെ, കോൺസെപ്റ്റ് കൊണ്ടുവന്നത് വില്യം സ്റ്റേൺ ആണ്, പക്ഷെ IQ ടെസ്റ്റ് കണ്ടുപിടിച്ചതാണ് ആര്? ആൽഫ്രഡ് ബിനറ്റ്. IQ ടെസ്റ്റ് അങ്ങനെയല്ല, അത് മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ വന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാം കഴിഞ്ഞ ക്ലാസ്സിലാണ് പറഞ്ഞിരുന്നു. പറഞ്ഞു തന്നിരുന്നത് കോൺസെപ്റ്റ് കൊണ്ടുവന്നതാണ് വില്യം സ്റ്റേൺ, പക്ഷെ IQ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തത് ഫസ്റ്റ്. നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു അറിയോ? നെയിം ദ സൈക്കോളജിസ്റ്റ് ഹു പ്രപ്പോസ്ഡ് കൺസെപ്റ്റ് ഓഫ് IQ എന്നായിരുന്നു. ഓ അപ്പം മറ്റേ ഓക്കെ, അപ്പൊ അതില് ക്വസ്റ്റ്യൻ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. നമുക്ക് കൺസെപ്റ്റ് ആരാണ് കൊണ്ടുവന്നുള്ളത്? ആ ക്വസ്റ്റ്യൻ ആണെങ്കിൽ വില്യം സ്റ്റേൺ എന്നാണ് ആൻസർ വരേണ്ടത്, പക്ഷെ ആൽഫ്രഡ് ബിനറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലെ? അല്ല, വില്യം സ്റ്റേണും ആൽഫ്രഡ് ബിനറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വില്യം സ്റ്റേൺ എഴുതിയ കാരണം കൺസെപ്റ്റ് കൊണ്ടുവന്ന ആളെന്നല്ലേ ചോദിച്ചിരുന്നത്, പക്ഷെ ആൽഫ്രഡ് ബിനറ്റ് ആയിരുന്നു കറക്റ്റ്. നിങ്ങൾ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വരുമെന്ന് പേടിക്കേണ്ടതില്ല, കൺഫ്യൂഷൻ ആണത് മിക്കവാറും ചോദിക്കാറുള്ളത്. കോൺസെപ്റ്റ് കൊണ്ടുവന്നത് വില്യം സ്റ്റേൺ, പക്ഷെ ചില പഠനങ്ങളിൽ കൊടുത്തിട്ടുള്ളത് ആൽഫ്രഡ് ബിനറ്റിന്റെ പേര് മാത്രമാണ്. പക്ഷെ ഒരു ഓപ്ഷൻ തന്നിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, തെറ്റത്തില്ലായിരുന്നു. ഒരാളെ തന്നിരുന്നെങ്കിൽ. IQ ടെസ്റ്റ് എന്ന് പറയുന്നത് ഫാദർ ഓഫ് IQ ടെസ്റ്റ് എന്ന് പറയുന്നത് ആൽഫ്രഡ് ബിനറ്റ് ആണ്. നിങ്ങൾ എവിടെയും പഠിച്ചു വെച്ചുള്ളൂ, അത് അങ്ങനെ തന്നെയാണ്, ടൈമിൽ മാറ്റില്ല. ഓക്കെ മിസ്, ഒരു കാര്യം ചോദിച്ചോട്ടെ? 27-ാം തീയതിയാണോ 4-ാം തീയതിയാണോ ക്ലാസ് എടുക്കേണ്ടത്? വെള്ളിയാഴ്ച? ഈ വെള്ളിയാഴ്ച. ഈ വെള്ളിയാഴ്ച 7. ഓക്കെ. നെക്സ്റ്റ് ജൂലൈ 1 തൊട്ട് ഇന്റേൺഷിപ്പിന് കയറുമായിരുന്നു, അതാ ചോദിച്ചതേ. അല്ലെ, എടുക്കാൻ ബുദ്ധിമുട്ടുള്ള വേറെ ആരെങ്കിലും കൊടുക്കാം കേട്ടോ, കുഴപ്പമില്ല. കുഴപ്പമില്ല. ഓക്കെ. ചെറിയൊരു പോർഷൻ ആണ്, വളരെ സിമ്പിൾ ആണ്, ഞാൻ നിങ്ങൾ എടുത്തോട്ടെ നോക്കിയിട്ടാണ്. ഇനിയിപ്പോ അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് ആണ് കുറേയൊക്കെ ലാസ്റ്റത്തെ ഭാഗങ്ങളൊക്കെ നിങ്ങൾ എടുക്കാനായിരിക്കും. മാൻ ആൻഡ് എൻവയോൺമെന്റ് എന്നൊരു ചാപ്റ്റർ ഉണ്ട്, അത് തുടങ്ങിയതായിരിക്കും. അപ്പൊ എടുത്തോ? ഇല്ലല്ലോ, ലാസ്റ്റ് അതില് മാൻ ആൻഡ് എൻവയോൺമെന്റ് എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ അതിൽ കുറെ പൊല്യൂഷൻസ്, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, അങ്ങനെ കുറെ പൊല്യൂഷൻസിന്റെ കോൺസിക്വൻസസ്, കാരണങ്ങളും അതിന്റെ റെമഡീസ് ഒക്കെ ഉണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് സെമിനാർ പോലെ എടുക്കാനായിരിക്കും തരുന്നത് കേട്ടോ. എളുപ്പമാണ്, അത് കുഴപ്പമില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ? നമ്മള് അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ? പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മേടിക്കത്തില്ലേ സ്കൂളിൽ നിന്ന് ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട്? അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് ഈ ഓഫീസിൽ നിന്ന് തരുന്ന സർട്ടിഫിക്കറ്റ് ആണോ വേണ്ടുന്നത്, അതേ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പറഞ്ഞിട്ടില്ലേ നമുക്കൊരു സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ്? കേൾക്കാവോ മാം? ഞാൻ സ്കൂളിലാ, അതുകൊണ്ട് കേൾക്കാൻ പാടായിരിക്കും. ചോദിച്ചതിന് മനസ്സിലായില്ല കേട്ടോ മാം. നമ്മളെ ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ സ്കൂളിൽ നിന്ന് വാങ്ങിക്കത്തില്ലേ? അപ്പോഴ് നമ്മൾ ഈ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒരു ഫോർമാറ്റ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് തന്നെ മേടിക്കണോ, അത് നമ്മുടെ HM തരുന്നത് മേടിച്ചാൽ മതിയോ? ഫോർമാറ്റ് തന്നിട്ടുണ്ടോ സ്കൂളിലോ? അല്ല, ഫോർമാറ്റ് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒരെണ്ണം തന്നായിരുന്നോ ഞാൻ ചോദിച്ചപ്പോഴേ? അത് തന്നെ മേടിക്കണോ? അത് കൊടുക്കുക, കാരണം ഇപ്പൊ ഇവിടെ കോഴ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ സുമയ? അപ്പൊ അത് കാണിക്കണ്ടേ? ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു പ്രൂഫ് വേണ്ടേ നമുക്ക്? അത് വേണം. പിന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമല്ലോ. അപ്പൊ അതിന് വേണ്ടി ഓഫീസിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, ഡീറ്റെയിൽസ് പറഞ്ഞു തരും കേട്ടോ. ചോദിച്ചാൽ മതി. ഓക്കെ, ശരി. യെസ്, അപ്പോ ഈ ഒരു ചാപ്റ്റർ ഇത്ര എടുക്കുന്നുള്ളൂ, ബാക്കി നിങ്ങൾ തന്നെ കംപ്ലീറ്റ് ചെയ്തോളാം. നെക്സ്റ്റ് വരുന്നത് ഈ ഓഫീസ് മാനേജ്മെന്റ് ആണ്, ചെറിയ ചാപ്റ്റർ ആണ് വരുന്നത്. ഓക്കെ, ഇനി ഞാൻ പറയാം. ഏകദേശം ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ എക്സാം ഉണ്ടാവുന്നത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? പാർട്ട് 1 ഉം 2 ഉം കഴിയുമ്പോൾ ഒരു എക്സാം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു അടുത്ത വീക്കോ അതിന് മുന്നത്തെ വീക്കോ ചിലപ്പോൾ പ്രതീക്ഷിക്കാം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ പഠിക്കുക.
കേട്ടോ. പഠിച്ചു തുടങ്ങിക്കോളൂ. ഇപ്പൊ സാറ്റർഡേ സൺഡേ കിട്ടുന്ന സമയത്ത് തന്ന മോക്ക് ടെസ്റ്റുകൾ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ, എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. എഴുതിയിട്ടുണ്ട് മാം. വെരി ഗുഡ്. അത് പഠിക്കാം. കൂടെ ടെക്സ്റ്റ് ഒന്ന് വായിച്ചു, ഓരോ ചാപ്റ്റർ എടുക്കുക, ക്വസ്റ്റ്യൻസ് വായിക്കാം, ടെക്സ്റ്റ് ഒന്നും കൂടി വായിച്ചു നോക്കാം കേട്ടോ. അങ്ങനെ പഠിച്ചാൽ മതി. ഒരു ചാപ്റ്റർ എടുക്കുക, അതിൽ തന്നെ മോക്ക് ടെക്സ്റ്റ് എന്തൊക്കെയാണ്, പിന്നെ ആ ഒരു ടെക്സ്റ്റ് ഭാഗങ്ങൾ ഏതൊക്കെ പാരഗ്രാഫ് ആണെന്നൊക്കെ ജസ്റ്റ് 2-3 വട്ടം വായിക്കുക. മെയിൻ ആയിട്ട് പഠിക്കുന്നത് എന്താണ്, മോക്ക് ടെസ്റ്റ് പഠിക്കാം കേട്ടോ. തന്നിരിക്കുന്ന ചോദ്യങ്ങൾ നല്ല നെക്സ്റ്റ് വീക്കിന് ശേഷം ഉണ്ടാവും, അതിന്റെ അടുത്ത വീക്ക് ഉണ്ടാവും എന്തായാലും എക്സാം. എഡ്യൂക്കേഷണൽ സൈക്കോളജിന്റെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടില്ല. എന്താ നഫ്ല? ജൂലൈ ജൂലൈയില് ജൂലൈ ഇപ്പൊ കഴിഞ്ഞല്ലോ, ജൂൺ കഴിയാറില്ല. ജൂലൈ ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോ ഉണ്ടാവും എന്തായാലും കേട്ടോ. 6, 7 ഡേക്ക് എക്സാം കഴിഞ്ഞു. 6, 7 ഡേക്ക് ടേം എക്സാം കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്ത നിങ്ങളാണ് അല്ലെ, നിങ്ങളുടെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യം മാത്രം ചെയ്യാം. തന്നിരിക്കുന്ന മോക്ക് ടെസ്റ്റുകൾ എല്ലാവരും പഠിക്കുക. പഠിച്ചിട്ട് ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് അത് അവിടെ വെക്കരുത്. പിറ്റേ ദിവസം അടുത്ത ചാപ്റ്റർ എടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാപ്റ്റർ റിവൈസ് ചെയ്യാം കേട്ടോ. നേരത്തെ പഠിച്ച ചാപ്റ്റർ റിവൈസ് ചെയ്യാം. അങ്ങനെ കംപ്ലീറ്റ് സമയം കിട്ടുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ തോന്നരുത്. കൺഫ്യൂഷൻ തോന്നാതിരിക്കാനാണ് പറയുന്നത്. നമ്മൾ എത്രത്തോളം റിവൈസ് ചെയ്യുന്നു അത്രത്തോളം ആ ക്വസ്റ്റ്യൻ നമ്മുടെ മെമ്മറിയിൽ അത്രയ്ക്ക് എന്താണ് മറക്കാത്ത രീതിയിൽ അങ്ങ് അതവിടെ ഫിറ്റ് ആകും. പെർമനന്റ് ആയിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ മനസ്സിലാവും. ഓക്കെ. പിന്നെ ചില ചോദ്യങ്ങൾ, വലിയ ചോദ്യങ്ങൾ കാണുന്ന സമയത്ത് കുറച്ച് 2-3 വട്ടം വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം ആൻസറിലേക്ക് പോവാം കേട്ടോ. പെട്ടെന്ന് പോയി ക്ലിക്ക് ചെയ്യരുത് ആൻസർ. ഓക്കെ. ബാക്കി എക്സാം എഴുതുന്ന എങ്ങനെയൊക്കെയാണെന്നൊക്കെ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. മാം, ഇത് ലൈവായിട്ട് എക്സാം ഉണ്ടാവില്ലേ? ലൈവായിട്ട് നമുക്കൊരു 7 to 8 ആ ഒരു സമയം ആയിരിക്കും. രാത്രി 7 മണി മുതൽ 8 മണി വരെ ആയിരിക്കും സമയം. ക്യാമറ എല്ലാം ഓൺ ആക്കണോ? അതിപ്പോ അവര് നിർദ്ദേശം. ക്യാമറയും ഓൺ ആക്കണം, പിന്നെ എന്തിനാണ് എക്സാമിനെ ടെക്സ്റ്റ് ചെയ്യുന്നത്? ക്യാമറ ഓൺ ആക്കുക. അതിനുവേണ്ടി ഇത്ര ദിവസം മുന്നേ പഠിക്കാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി പഠിച്ചോളൂ. തന്നിരിക്കുന്ന മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് പഠിക്കാം, എക്സാം എഴുതാം കേട്ടോ. എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവും. ക്യാമറ ഓൺ ആക്കണമെങ്കിൽ ഒരുങ്ങിയിട്ടല്ലേ ഇരിക്കണ്ടേ മാം? എന്തിനും ഒരുങ്ങണം, നിങ്ങൾ എന്തും സുന്ദരികളല്ലേ. ക്യാമറ ഓൺ അങ്ങനെ പ്രിപ്പയർഡ് ഒന്നായിരിക്കുന്ന. ഏറ്റവും ചെയ്യേണ്ട കാര്യങ്ങള്, ഫോണിലാണ് നിങ്ങൾ എക്സാം വെച്ചിട്ട് ചെയ്യണമെങ്കിൽ ഫോൺ ഫുൾ ചാർജിലായിരിക്കണം. വെള്ളം കുടിക്കണ അടക്കം ആവശ്യമുള്ളവരാണെങ്കിൽ തൊട്ടടുത്ത് വെള്ളം കൊണ്ടുവന്ന് വെക്കുക. റേഞ്ച് ഉള്ളവർക്ക് പ്രത്യേകം ഇരിക്കുക. കേട്ടോ. പിന്നെ മറ്റു ഡിസ്റ്റർബൻസ് ഒക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് വേണം പോയിരുന്ന് എഴുതാനായിട്ട് എക്സാം. പിന്നെ എത്ര ടൈം ആയിരിക്കും എക്സാം? 1 മണിക്കൂർ 7 to 8. അതിൽ നിങ്ങളുടെ അരമണിക്കൂർ കഴിയുമ്പോൾ നിങ്ങളുടെ എക്സാം കഴിയും കേട്ടോ. എന്നിട്ട് എല്ലാം ചെയ്തതിന് ശേഷം നമ്മളിപ്പോ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾ ഓരോന്ന് ക്ലിക്ക് ചെയ്യാറില്ലേ, ആൻസേഴ്സ് ചെയ്യാറുണ്ടോ? അതേപോലെ ചെയ്തിട്ട് ആൻസർ അത് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓപ്ഷൻ മാറ്റാനുള്ളൊരു അവസരമുണ്ട്. ഇത്രയും പെട്ടെന്ന് എന്താണ്, നമ്മൾ ലാസ്റ്റ് സബ്മിറ്റ് എന്നൊരു ബട്ടൺ ഉണ്ട്. 50 ചോദ്യങ്ങൾക്ക് ശേഷം, അതായത് 10 മാർക്കിന്റെ ഇംഗ്ലീഷ് ഉണ്ടാവും ചോദ്യം, ബാക്കി നമ്മുടെ വാട്സ് ആയിരിക്കും. അതില് എല്ലാ ചോദ്യം കഴിഞ്ഞ ശേഷം ലാസ്റ്റ് ഒരു ബ്ലൂ ബട്ടണിൽ സബ്മിറ്റ് എന്നൊരു ബട്ടൺ ഉണ്ടാവും. ആ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് 1 മുതൽ 50 വരെയുള്ള ചോദ്യങ്ങൾ ഒന്നും കൂടി കയറി നോക്കാം. ഏതൊക്കെ ഓപ്ഷൻസ് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഒന്നും കൂടി വെരിഫൈ ചെയ്തതിൽ ഓക്കെ ആയതിനു ശേഷം എന്താണ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അതിവിടെ കിട്ടുള്ളൂ. ഇവിടെ കിട്ടിയതിനു ശേഷം അവര് ലീവ് ചെയ്യാൻ പറയുന്നുണ്ട്. ലീവ് ചെയ്യാൻ പറയുമ്പോൾ മാത്രമേ നിങ്ങൾ ടെസ്റ്റ് ആയി പോകാൻ പാടുള്ളൂ കേട്ടോ. സബ്മിറ്റ് ആയിരുന്നു നമ്മുടെ സിസ്റ്റത്തിൽ അത് ടിക്ക് മാർക്ക് വരുമ്പോൾ മാത്രമേ നിങ്ങൾ പോകാൻ പാടുള്ളൂ. അതൊക്കെ എങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവർ പറഞ്ഞു തരും കേട്ടോ. എക്സാമിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് സ്കോർ അപ്പൊ തന്നെ അറിയാൻ പറ്റുമല്ലേ? ഇല്ല, അറിയാൻ പറ്റില്ല. പിറ്റേ ദിവസം ഇടും, സ്കോർ ഇടും കേട്ടോ. പിറ്റേ ദിവസം അത് കഴിഞ്ഞിട്ട് ഇടും. എനിക്ക് അറിയാൻ പറ്റും, നിങ്ങളുടെ സ്കോർ കാണാൻ പറ്റും. ഓക്കെ. പിന്നെ അപ്പൊ എക്സാമിന് നന്നായിട്ട് പഠിക്കുക, ടെൻഷൻ ഒന്നും വേണ്ട, വളരെ ഫ്രീ ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം കേട്ടോ. മാം ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. IQ കൺസെപ്റ്റ് എന്നുള്ളത് ആൽഫ്രഡ് ബിനെറ്റ് തന്നെയാണോ? അപ്പം IQ കോൺസെപ്റ്റ് കൊണ്ടുവന്നതാണ് വില്യം സ്റ്റേൺ. IQ ടെസ്റ്റ് കണ്ടുപിടിച്ചതാണ് ആര്? ആൽഫ്രഡ് ബിനെറ്റ്. ഓക്കെ.
കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതല്ലേ ഇത് നിങ്ങൾക്ക്? പറഞ്ഞിരുന്നു മിസ്. അങ്ങനെ എഴുതിയപ്പോഴും ഞങ്ങൾ ആ വില്യംസ് ടേം തന്നെയാണ് അടയാളപ്പെടുത്തിയത്. അപ്പൊ തെറ്റി. പക്ഷെ അത് ക്വസ്റ്റ്യനിൽ വന്ന ആൻസർ ഞാൻ ടിക്കറ്റ് അതിന്റെ മിസ്റ്റേക്ക് ആൽഫ്രഡ് ബിനെറ്റ് എന്നാണ് ഞാൻ ആൻസർ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, IQ ടെസ്റ്റിന്റെ ഫാദർ ആണ് ആര്? ആൽഫ്രഡ് ബിനെറ്റ്. IQ കോൺസെപ്റ്റ് ആരാണ് കൊണ്ടുവന്നത്? വില്യംസ് ടേം. അങ്ങനെ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ടീച്ചറിന്റെ തെറ്റല്ലേ? അപ്പൊ മിസ്സിന്റെ തെറ്റാണെന്നാ ഞാൻ ടിക്ക് ചെയ്ത് കൊടുത്തത് മാർക്കുകളാണ്. ഓക്കെ, പക്ഷെ പല പഠനങ്ങളിലും പല ഇതിലും എന്താണ് ആൽഫ്രഡ് ബിനെറ്റിനെ തന്നെ പറയുന്നുണ്ട് പലരും കേട്ടോ. വില്യംസ് ടേമിന്റെ കോൺസെപ്റ്റ് പോലും പറയാണ്ട് പറയുന്നുണ്ട്. അപ്പൊ പഠനങ്ങളിൽ പലതും വ്യത്യസ്തമാണ്. ആ ഒരു അർത്ഥത്തിൽ ഇട്ടുപോയതാണ്. അപ്പൊ നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നപ്പോഴാണ് നിങ്ങളൊരു കൺഫ്യൂഷൻ വന്നത് അല്ലെ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ക്വസ്റ്റ്യൻ അങ്ങ് വിട്ടേക്കോ, കുഴപ്പമില്ല, പഠിച്ചു വെച്ചാൽ. നമുക്ക് മനസ്സിലായില്ല ആരാണ് IQ ടെസ്റ്റിന്റെ പിതാവെന്ന്? ഇനി മറന്നുപോലെ കോൺസെപ്റ്റ് വില്യംസ്, ടെസ്റ്റ് ആൽഫ്രഡ് ബിനെറ്റ്. ഓക്കെ, യെസ്. സൈൻ ഔട്ട് ആരാണ്? ഞാനാണ് മിസ്. ക്ലാസ്സിലേക്ക് മോനിഷ ഉണ്ടോ? മോനിഷ മോനിഷനെ ഇപ്പൊ ഞാൻ കണ്ടത് എന്താണ് പെട്ടെന്ന് ആൾ പോയതെന്ന് ചോദിച്ചാ. ഓക്കെ, ശരി. സൈൻ ഔട്ട് പറഞ്ഞോളൂ കേട്ടോ. on what we do in present. കേട്ടില്ലല്ലോ ശരി. The future. The future. Because we are waiting to. ഒന്നുകൂടി പറയാൻ പറ്റുമോ? ഒന്നും കേട്ടില്ല. Future because we are waiting to. Okay, ശരി. Thank you. Have a nice day. Thank you, ma'am. Thank you, ma'am.